ഇറാന്റെ ഭരണം തകർക്കാനും വേണ്ടിയുള്ള ഒരു കൂട്ടമായ ഒരു ശൃംഖല, ഒരു കൂട്ടമായി പ്രവർത്തിച്ചിരുന്ന ഒരു ലിങ്കാണ് ഇപ്പോൾ പൊളിച്ചിരിക്കുന്നത് എന്നാണ് ഇറാൻ പറയുന്നത്. പെട്ടെന്ന് ഭരണകൂടത്തെ തകർക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് നെതന്യാഹു ട്രംപിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഇറാനിൽ ഭരണം മാറിയിരിക്കണം, ഇതാണ് നെതന്യാഹുവിന്റെ മുന്നിലുള്ള കാര്യം. എന്നാൽ അത് ഒരു സൈനിക ഇടപെടലിലൂടെ ഇസ്രായേലിനെ ഒരുപക്ഷെ സാധിച്ചെടുക്കാൻ കഴിയണമെന്നില്ല. കാരണം അത്ര തന്നെ തിരിച്ചടിക്കാൻ ഇറാനും ശക്തിയുണ്ട് എന്നതുകൊണ്ട് അത്തരം ഒരു നീക്കം അത് പോസിബിൾ ആകണമെന്നില്ല. എന്നാൽ ആദ്യത്തെ ആക്രമണത്തിൽ ആ രീതിയിലുള്ള ഒരു നീക്കമായിരുന്നു അവർ നടത്തിയിരുന്നത്. ഇറാന്റെ അകത്തെല്ലാം ഹമാസിന്റെയും സിയയുടെയും ചാരന്മാർ വലിയൊരു ചെങ്ങല തന്നെ വിരിച്ചിരുന്നു. അതോടൊപ്പം ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കുവാനും കൂടെ ശ്രമിച്ചിരുന്നു. അങ്ങനെ പരമോന്നത നേതാവ് വധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ തീർച്ചയായും ഇറാനിൽ ഭരണപരമായ പ്രശ്നം, രാഷ്ട്രീയപരമായ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. അത് ഭരണം മാറാനുള്ള അല്ലെങ്കിൽ ഭരണം അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യമന്ത്രി അറാഖ്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്ന് പരമോന്നത നേതാവ് രക്ഷപ്പെട്ടു എന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നത് നമ്മൾ മരിക്കുമോ എന്നായിരുന്നില്ല, നേരെ മറിച്ച് രാഷ്ട്രം എന്താകും, ഭരണകൂടം തകർന്നു പോകും എന്ന് ചിന്തിച്ചു പോയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. കാരണം പരമോന്നത നേതാവ് വധിക്കപ്പെടുന്നത് വഴി അങ്ങനെ ചില സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അതിൽ നിന്ന് ആദ്യത്തെ ഈ 3-4 ദിവസം കഴിയുന്നതോടുകൂടെ അത്തരത്തിലുള്ള എല്ലാ ടെൻഷനുകളും മാറിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മറ്റു രീതിയിൽ ഇറാന്റെ ഭരണത്തെ തകർക്കാനുള്ള നീക്കമാണ് ഇസ്രയേലിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള വലിയ ഒരു ചെയിനാണ് ഇപ്പോൾ ഇറാൻ പിടികൂടിയിരിക്കുന്നത്. ഇറാന്റെ മീഡിയ സൂചിപ്പിക്കുന്നു ആ ഒരു ഓപ്പറേഷൻ ഇപ്പോൾ അവസാനിപ്പിച്ചതായിട്ടും റിപ്പബ്ലിക് ഗാർഡിന്റെ ഇന്റലിജൻസ് പറയുകയുണ്ടായി.